ഇത് കേരളത്തിലെ കോൺഗ്രസ്സിന് പുതിയ പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും AICC നിയോഗിക്കുകയും ഞങ്ങൾ ചാർജ് എടുക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ AICC നേതൃത്വവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. അതിൽ ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെയും പ്രിയങ്കരനായ രാഹുൽജിയുടെയും എല്ലാം സപ്പോർട്ടും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. സംഘടനയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. തെരഞ്ഞെടുപ്പുകൾ 2 കേരളത്തിൽ വരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഐക്യജനാധിപത്യ മുന്നണിയെയും ഒരുക്കുന്നതിന് ശക്തമാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ എത്തിയിരുന്നു. ശക്തമായിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പുനഃസംഘടന സംബന്ധിച്ച് എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിക്കും. അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ഇല്ല ഇത്തരം കാര്യങ്ങൾ കെ സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പുതിയ ലീഡർഷിപ്പാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ് നേതൃത്വത്തോട്? തെരഞ്ഞെടുപ്പുകളെ വിജയകരമായിട്ട് UDFനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക, നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, നല്ല പ്രചരണ മിഷനറി ഉണ്ടാക്കുക. ഇന്നത്തെ LDF സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക. സാധാരണ ഒരു ഈ ഇലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ തദ്ദേശത്തിന് ശേഷം നിയമസഭയാണ് ടാർഗറ്റ് എന്തെങ്കിലും? രണ്ടും ഞങ്ങൾ ഒന്നിച്ചു പോകും. ആദ്യത്തേത് സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ. അതിന് ആദ്യത്തെ പ്രാധാന്യം. ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയും വരികയാണ്. തത്തുല്യ പ്രാധാന്യത്തോടെ രണ്ടും കൈകാര്യം ചെയ്യും. ഹൈക്കമാൻഡിൻ്റെ കൂടുതൽ ഇടപെടൽ കൂടുതൽ ആവശ്യമായ സഹായവും സപ്പോർട്ടും എല്ലാ കാലത്തും ഉണ്ട്.